ആനന്ദ്പൂർ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാര കുടുംബം ഉണ്ടായിരുന്നു. വിക്രമും ലതയും. അവർക്ക് സ്വന്തമായി പാടമില്ലായിരുന്നു. അവർ അവരുടെ ഗ്രാമത്തിലുള്ള ഒരു പണക്കാരനായ ബാനുവിന്റെ പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവരെന്ത് കൃഷി ചെയ്താലും അതിൽ നല്ലതായ പാതി ബാനു എടുത്തുകൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ള കൃഷിയാണ് ഇവർക്ക് കിട്ടുക. അത് വിൽക്കുന്നത് മൂലം ഇവർക്ക് വളരെ കുറച്ച് കാശാണ് കിട്ടുക. ഇതല്ലത്ത ഇപ്പൊ വിറ്റ പയറുകളുടെ കാശാണിത്. പോയ തവണത്തെക്കാളും ഇത്തവണ കാശ് വളരെ കുറവാണ്. അതെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല. ഞാൻ എന്താ ആലോചിച്ചാൽ നല്ല വരുമാനം വന്നാൽ സഞ്ജയിന് കോളേജ് ഫീസ് കെട്ടാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ അതും കഷ്ടായിട്ടുണ്ടല്ലോ. അച്ഛാ, ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഞാനും ജോലിക്ക് പോയാലോ? അത് നിങ്ങൾ രണ്ടുപേർക്ക് നല്ല സഹായം ഉണ്ടാവില്ലോ. നിന്റെ നല്ല മനസ്സിന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോനെ. പക്ഷെ ഈ ഗ്രാമത്തില് എന്ത് ജോലിയാ കിട്ടുക? ഒന്നും മിണ്ടാതിരിക്കൂ. അവൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കട്ടെന്നേ. ഭാഗ്യമുണ്ടെങ്കിൽ അവനൊരു നല്ല ജോലി കിട്ടട്ടെന്നേ. ശരി മോനെ, നീ തേടിക്കോ. ഇപ്പോൾ സഞ്ജയ് ജോലി തിരക്കി ഇറങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അവൻ ഓരോരോ കടയായും കയറി ഇറങ്ങി ജോലി ചോദിച്ചു. മാമാ, ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്ന പോലെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല മോനെ, ഞാൻ ചെയ്യുന്ന തന്നെ ഒരു ചെറിയ തൊഴിലാണ്. ഞങ്ങളെ കുടുംബക്കാരെ തന്നെ എല്ലാരും നോക്കാറുണ്ട്. ശരി മാമ. സമയം സന്ധ്യയായി. സഞ്ജയിന് ഒരു ജോലി പോലും കിട്ടിയില്ല. അവൻ വളരെ സങ്കടത്തോടെ ഒരു മരത്തണലിൽ ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അച്ഛന് സഹായിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് ഏതൊരു ജോലി കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് അവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവന്റെ കൂട്ടുകാരൻ മയൂർ അവിടേക്ക് വന്നത്. എന്താ സുഹൃത്തെ, എന്താ നീ വിഷമത്തിലുള്ളത്? എന്ത് പറയാനാ, അച്ഛൻ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല. എടാ, നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങ്. സ്വന്തം തൊഴിലായാലും അതിന് കാശ് ആവശ്യല്ലേ? അതും നമ്മുടെ അടുത്തില്ലല്ലോ. എടാ, ഈ ബാനു സേട്ടില്ലേ, അദ്ദേഹം ഈ ഗ്രാമത്തിലുള്ളവരെല്ലാരും സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് കടം വാങ്ങിച്ചോ, പിന്നെ തിരിച്ച് കുറച്ച് നിനക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ. ഇതും നന്നായിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്ത് തൊഴിലാ ചെയ്യാ? മയൂർ എന്ത് ചെയ്തെന്നാൽ ഇവിടെയും അവിടെയും ശ്രദ്ധിച്ചു. ഗ്രാമത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രണ്ട് ലേഡീസ് അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ചേട്ടൻ നല്ല പാനിപൂരി വാങ്ങി തന്നു. പക്ഷെ ഈ പാനിപൂരി കഴിക്കാൻ എത്ര ദൂരം പോകേണ്ടി വരുന്നു? പാനിപൂരി നമ്മളെ ഗ്രാമത്തിലെ എല്ലാം കിട്ടും. പക്ഷെ പാനിപൂരിക്ക് വേണ്ടി നമ്മൾ ഗ്രാമജനങ്ങൾ വേറെ സ്ഥലത്താ പോകുന്നത്. അതെ, ഇതൊരു നല്ല ഐഡിയ തന്നെയാണല്ലോ. പിന്നെ പാനിപൂരി കടയിടാൻ നമുക്ക് അധിക കാശ് ചെലവൊന്നും വരില്ലെന്ന് തോന്നുന്നു. എടാ, 2000 റുപ്യയില് നിന്റെ തൊഴിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. ആ ശരി, വാ, ബാനു സേട്ടിന്റെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കാം. മയൂർ സഞ്ജയും കൂട്ടിക്കൊണ്ട് ബാനു സേട്ടിന്റെ അടുത്തേക്ക് പോയി. സേട്ജി, സഞ്ജുവിന് എന്തോ ഒരു കാശ് കടം വേണോല്ലേ? പാനിപൂരി വ്യാപാരം തുടങ്ങാൻ പോവാ. പാനിപൂരി കട തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് മാത്രല്ല, ഈ പാനിപൂരി കഴിക്കാൻ വേണ്ടി ഞാൻ അടുത്ത ഗ്രാമത്തിലാ പോയി കഴിക്കാൻ പോകുന്നത്. ശരി, നിനക്ക് എത്ര കാശ് ആവശ്യം? അത് പിന്നെ എനിക്ക് 2000 റുപ്യ വേണം. അത്രേ ഉള്ളൂ. ഈ കാശ് ഞാൻ നിനക്ക് തന്നോളാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? ഞാൻ എപ്പോഴും നിന്റെ കടയിൽ വന്നിട്ട് ഫ്രീ ആയിട്ടാണ് പാനിപൂരി കഴിക്കുന്നത്. ശരി സേട്ജി. സഞ്ജയ് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ശരിയെന്ന് പറഞ്ഞു. മയൂർ സഞ്ജയെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ബാനു സഞ്ജയിന് കാശ് നൽകി. അത് വാങ്ങിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോയി. നീ എന്തിനാ അയാളുടെ കണ്ടീഷന് സമ്മതിച്ചത്? അത് പിന്നെ അദ്ദേഹം കാശ് തരികയല്ലേ, അതുകൊണ്ടാണ്. എടാ മണ്ട, ആദ്യം ആ സേട്ടു എത്ര വലിയ ശാപ്പാട് രാമനാണെന്ന് നിനക്ക് അറിയോ? ഗ്രാമത്തിലുള്ള വണ്ടി കട ഇട്ടവർക്ക് എല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ കടക്കാരും അയാൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് മാത്രല്ല, സാപ്പാട് രാമൻ വിടാണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടകാല ഇത്. ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന വെച്ചാ വരുന്ന വെച്ച് നമുക്ക് നോക്കാം. ആദ്യം നിന്റെ കച്ചവടം തുടങ്ങാൻ നോക്ക്. അടുത്ത ദിവസം തന്നെ സഞ്ജയ് ഗ്രാമത്തിൽ പാനിപൂരി കട തുടങ്ങി. വയസ്സായവർ, ചെറിയവർ, വലിയവർ എല്ലാരും തന്നെ സഞ്ജയുടെ കടയിലേക്ക് പാനിപൂരി കഴിക്കാനായി എത്തി. ആദ്യ ദിവസം തന്നെ സഞ്ജയിന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അവൻ വളരെ സന്തോഷത്തോടെയായിരുന്നു. പക്ഷെ ആ സന്തോഷം തുടരുന്നതിന് മുൻപേ ബാനു സേട്ട് അവിടേക്ക് വന്നു. എടാ സഞ്ജയ്, ആദ്യം എനിക്കൊരു പ്ലേറ്റ് പാനിപൂരി താപ്പാ. നല്ല എരിവുണ്ടാവണം കേട്ടോ. ശരി. സഞ്ജയ് ബാനു സേട്ടിന് ഒരു പ്ലേറ്റ് പാനിപൂരി നൽകി. പിന്നെ ബാനു അത് പെട്ടെന്ന് കഴിച്ചു തീർത്തു. ഇന്നൊരു പ്ലേറ്റ് പാനിപൂരി തരൂ. സഞ്ജയ് വീണ്ടും ഒരു പ്ലേറ്റ് നൽകി. പിന്നെ 3ാമത്തെ പ്ലേറ്റ്, പിന്നെ 4ാമത്തെ പ്ലേറ്റ്. ഇങ്ങനെ കേട്ട് കേട്ട് ബാനു 6 പ്ലേറ്റ് പാനിപൂരി കഴിച്ചു. എന്നാൽ 1 രൂപ പോലും നൽകാതെ അവിടെ നിന്നും പോയി. സഞ്ജയിന് ഇപ്പോഴാണ് മനസ്സിലായത് മയൂർ എന്ന് എന്താണ് പറയാൻ വന്നതെന്ന്. പിന്നെന്താ, ഇത് തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ബാനു സേട്ട് ദിവസവും ഫ്രീ ആയിട്ട് 6 പ്ലേറ്റ് പാനിപൂരി കഴിക്കും.
സഞ്ജയിന്റെ ലാഭം കുറഞ്ഞുകൊണ്ടേ പോയി. അവൻ വളരെ വിഷമത്തോടെയായിരുന്നു. ഒരു ദിവസം ഇതേ വിഷമത്തോടെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു സ്വാമിജി അവിടേക്ക് വന്നത്. മോനെ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം തരാൻ പറ്റുമോ? എന്റെ അടുത്ത് വെറും പാനിപൂരി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഇത് കഴിക്കുന്നോ? സഞ്ജയ് ആ സ്വാമിജിക്ക് ഒരു പ്ലേറ്റ് പാനിപൂരി നൽകി. ആ സ്വാമിജിയുടെ വയറ് നിറഞ്ഞു. നിനക്ക് എല്ലാം നല്ലത് തന്നെ നടക്കട്ടെ മോനെ. ശരി, നിന്റെ വിഷമത്തിന്റെ കാരണം എന്താ ഞാൻ അറിഞ്ഞോട്ടെ? സഞ്ജയ് ആ സ്വാമിജിയോട് ദിവസവും ബാനുസേട്ട് വന്ന് ഫ്രീ ആയിട്ട് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്നെ കൊണ്ട് നിനക്ക് സഹായിക്കാൻ പറ്റും. എനിക്കൊരു ശുദ്ധമായ പ്ലേറ്റ് തരൂ. സഞ്ജയ് ആ സ്വാമിജിയുടെ കയ്യിലേക്ക് ഒരു പ്ലേറ്റ് നൽകി. അദ്ദേഹം കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ പ്ലേറ്റ് തിരിച്ചു നൽകി. ഇത് ഒരു മായ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിൽ നീ എന്ത് വെച്ചാലും അത് അടുത്തടുത്തായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷെ നീ ഓർമ്മിച്ചോ, ഇത് നീ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വളരെ ബുദ്ധിശാലിത്തോടെ നീ ഇത് ഉപയോഗിക്കണം. നിനക്ക് നല്ലത് നടക്കട്ടെ. ആ സ്വാമിജി സഞ്ജയെ ആശീർവദിച്ചിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം ബാനുസേട്ട് അവിടേക്ക് വന്നു. സഞ്ജയ് മോനെ, ഒരു പ്ലേറ്റ് പാനിപൂരി താ മോനെ. സേഠ്ജി, ഞാൻ നിങ്ങൾക്കൊരു മത്സരം വെക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു പ്ലേറ്റ് പാനിപൂരി തരും. നിങ്ങൾ ആ പ്ലേറ്റ് എനിക്ക് ഗാലി ചെയ്ത് തരണം. അങ്ങനെ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിതം മുഴുവനും നിങ്ങൾക്കും പിന്നെ നിങ്ങളുടെ കുടുംബത്തിനും ഞാൻ പാനിപൂരി തന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ലാതെ നിങ്ങൾ തന്ന കടം ഞാൻ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തരും. അടിപൊളി. പക്ഷേ അങ്ങനെ വെക്കുന്ന മത്സരത്തിൽ നിങ്ങൾ തോറ്റുപോയാൽ ഗ്രാമത്തിലുള്ള ഏത് വണ്ടിക്കാരെടുത്തും നിങ്ങൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എന്താ, നിങ്ങൾ തയ്യാറാണോ? ഹാ, അത് മാത്രല്ലാതെ ഏകദേശം പാനിപൂരിൽ ഒരു 10 ഉണ്ടാവുള്ളൂ. എനിക്ക് ഇതില് ഡബിൾ ലാഭമല്ലോ. ഗ്രാമത്തിലെ ജനങ്ങൾ തൊട്ടടുത്ത് വന്ന് ഒന്നിച്ചുകൂടി. സഞ്ജയ് ബാനുവിന് വേണ്ടി പാനിപൂരി ചെയ്തു. എന്നിട്ടത് ആ മന്ത്രം ചെയ്ത പ്ലേറ്റിൽ നൽകി. ബാനു ഓരോന്നായി പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതേ സ്ഥലത്ത് വീണ്ടും ഒരു പാനിപൂരി വന്നുകൊണ്ടേയിരുന്നു. ബാനു വേഗം 20-30 പാനിപൂരി കഴിച്ചു. എന്നാലും ആ പ്ലേറ്റ് മുഴുവൻ പാനിപൂരി ഉണ്ടായിരുന്നു. എടാ, ഇതെന്താ ഒരു മായമായിട്ടുണ്ടല്ലോ. ഈ പ്ലേറ്റ് എന്താ കാര്യാവുന്നില്ലല്ലോ. അതല്ലേ മത്സരം. ബാനു വീണ്ടും 20-30 പാനിപൂരി കഴിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമായി. മതി. ഇതിന് ശേഷം എനിക്ക് നടത്താൻ പറ്റില്ല. ഇതിന് മുകളിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. ഈ ഗ്രാമത്തിൽ നിങ്ങൾ ഇനി എവിടെയും ഫ്രീ ആയിട്ട് കഴിക്കാനേ പാടില്ല. മനസ്സിലായോ? ശരി മോനെ. ഇനി ഞാൻ എവിടെയും കഴിക്കുകയില്ല. ബാനുസേട്ട് തന്റെ വയറ് പിടിച്ചുകൊണ്ട് തന്റെ വീടിനെ നോക്കി ഓടി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ട് ചിരിക്കാൻ തുടങ്ങി. പിന്നെ സഞ്ജയ് നൽകിയ ആ മാന്ത്രിക പാനിപൂരി ഗ്രാമത്തിലെ ജനങ്ങളെ ബാനു ഫ്രീ ആയിട്ട് കഴിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തി. സോംനഗർ എന്ന നഗരത്തിൽ രാജു മുട്ട വ്യാപാരമാണ് ചെയ്യുന്നത്. തണുപ്പ് കാലമായതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടുതലായിരുന്നു. അവൻ എല്ലാ വർഷവും തണുപ്പ് കാലത്തിനായി വളരെയധികം പ്രതീക്ഷിക്കും. ന്യൂ ഇയറിന്റെ സമയവും വന്നെത്തി. രാജു എല്ലാവർക്കും ചൂടായ ഓംലേറ്റ് പിന്നെ ഹാഫ് റൈസ് ഉണ്ടാക്കി വിറ്റുകൊണ്ടേയിരുന്നു. പക്ഷെ എല്ലാ തവണയും രാജുവിന്റെ മുട്ടകൾ കഴിച്ച് കസ്റ്റമേഴ്സിന് ബോറടിക്കാൻ തുടങ്ങി. അവർക്ക് പുതുതായി എന്തെങ്കിലും വേണമെന്ന് തോന്നി. ആരംഭത്തിൽ കുഴപ്പമില്ലാതെ വിറ്റു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് വ്യാപാരം ഡൗൺ ആവാൻ തുടങ്ങി. ഇപ്പൊ രാജുവിന്റെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങുന്നവർ വളരെ കുറവായി. ഒരുപക്ഷെ ആരെങ്കിലും വന്നാലും അവർ കടനായോ ഫ്രീ ആയോ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാജുവും അവന്റെ ഭാര്യ രേഷ്മയും ഇങ്ങനെ ചിന്തിച്ചു. ഇന്ന് മുട്ടക്കട തുറക്കണ്ട എന്ന് ഞാൻ കരുതുക. നീ ഇന്നൊന്നും ചെയ്യണ്ട. നാളെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഒരുപക്ഷെ പോയില്ലെങ്കിൽ നമുക്കുള്ള കുറച്ച് കസ്റ്റമേഴ്സ് പോലും ഇനി വരാതിരുന്നാലോ? ഞാനെന്താ പറയുന്നെങ്കിൽ നിങ്ങൾ സൈക്കിളിൽ പോയി വേറെ ഗ്രാമങ്ങളിൽ ചെന്ന് മുട്ട വിൽക്കൂ. ചൂടായ മുട്ടകൾ സൈക്കിളിൽ വെച്ച് വിറ്റ കസ്റ്റമേഴ്സ് ചിലപ്പോ വാങ്ങിയാലോ? നീ പറഞ്ഞത് ശരിയാണ്. നീ മുട്ട വേവിക്ക്. ഞാൻ സൈക്കിളിൽ പോയത് വിറ്റുവരാം. രാജു സൈക്കിളിൽ മുട്ടകൾ വിൽക്കാനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവൻ കുറച്ച് വിറ്റതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവൻ ഒരു ആലോചന തോന്നി. എല്ലാ നാട്ടിലും ചെന്ന് ഇങ്ങനെ സൈക്കിളിൽ മുട്ടകൾ വിൽക്കാമെന്ന് ചിന്തിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് 2 പേർ അവന്റെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങാനായി വന്നു. ചേട്ടാ മുട്ട ചേട്ടാ ഇവിടെ നോക്കൂ. പറയൂ, എന്തു വേണം? വേവിച്ച മുട്ടയുണ്ട്, ഓംലെറ്റ് ഉണ്ട്, മുട്ടക്കറിയുമുണ്ട്. എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഇനി ഒരു തവണ കൂടി നിങ്ങൾ ഇവിടേക്ക് വരാനേ പാടില്ല. ഇവിടെ ഒരുപാട് വർഷമായി ഞങ്ങളുടെ മുട്ടക്കടയുണ്ട്.
താനിനി വരണ്ട. നീ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ ബിസിനസ് നീ കളയരുത്. ചേട്ടാ, എനിക്കും കടയുണ്ട്, എന്നാൽ കച്ചവടമില്ല. അതുകൊണ്ടാ ഞാൻ ചിന്തിച്ചത് നാട് മുഴുവനും നടന്ന് മുട്ട വിൽക്കാമെന്ന്. ആ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് പൊയ്ക്കോ, വീണ്ടും തിരിച്ചു വരരുത്. രാജു വളരെ വിഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ സംഭവിച്ചതെല്ലാം രേഷ്മയോട് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കഴിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. എന്നാൽ കഥ കഴിഞ്ഞു. നമ്മൾ ഇതില്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് വർഷമായി നമ്മൾ മുട്ട വ്യാപാരം മാത്രം ചെയ്യുന്നേ. ഇപ്പൊ ഇതും വിട്ടാൽ നമുക്ക് വേറൊന്നും ബാക്കിയാവില്ലേട്ടാ. രാജു വളരെ വിഷമിച്ച് ഉറങ്ങാനായി പോയി. ഈ പ്രശ്നം തീർക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. നീ എവിടെ പോയി? ഞാൻ വിളിക്കുന്നത് കേൾക്കാമോ? ദാ വരുന്നു. പറയൂ, എന്തു പറ്റി? നമ്മൾ ഒരുപക്ഷെ മുട്ടയുടെ റേറ്റ് കുറച്ചാലോ? അപ്പോൾ ഉറപ്പായും നമ്മുടെ മുട്ടയെ എല്ലാവരും വാങ്ങൂ. അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ വില വളരെ കുറവാ. ഇനിയും കുറച്ചാൽ നമുക്കൊരു ലാഭവും കിട്ടില്ല. അതോടൊപ്പം നമ്മുടെ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. രാജു രേഷ്മയും അവരുടെ മുട്ട വ്യാപാരം എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തണമെന്ന് എല്ലാ വിധത്തിലും ആലോചിച്ചു നോക്കി. പക്ഷെ ഒരു പ്രയോജനവും ഇല്ലാതായി. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്റെ സ്വന്തം നാട്ടിൽ ഒരുപാട് സ്വർണ്ണമുട്ടകൾ വിൽക്കാറുണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവിടെ സ്വർണ്ണമുട്ടകൾ കോയിനാക്കി മാറ്റി അത് വിറ്റുകൊണ്ടിരിക്കും. അതോടൊപ്പം അത് വളരെ രുചിയും ഭംഗിയുള്ളതുമായിരിക്കും. സത്യമായിട്ടും നീ പറയുന്നത് ശരിയാണോ? ഒരുപക്ഷെ അങ്ങനെ നടന്നാൽ വീണ്ടും നമ്മുടെ കടയിൽ നല്ല കച്ചവടം നടക്കും. രേഷ്മ പറഞ്ഞത് കേട്ട് രാജു രേഷ്മയുടെ ജനിച്ച സ്ഥലത്തേക്ക് പോകാൻ റെഡിയായി. രാജു തന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ സ്വർണ്ണമുട്ട കോയിൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് പഠിക്കാനായി ആരംഭിച്ചു. ചില നാളുകൾ തന്റെ അമ്മായിമ്മയുടെ വീട്ടിലിരുന്ന് അവൻ ഗോൾഡൻ എഗ് കോയിനിന്റെ റെസിപ്പി പഠിച്ചു. ആ മുട്ട വേവിച്ചതിനു ശേഷം കാണാൻ സ്വർണ്ണ നാണയം പോലെ തന്നെ ഉണ്ടായിരുന്നു. രാജു ആ റെസിപ്പി നന്നായി പഠിച്ചു. അവൻ തന്റെ നാടായ സോംനഗറിലേക്ക് തിരിച്ചു വന്നതും രാജു വീണ്ടും അവന്റെ കട തുറന്നു. എടി ഭാര്യയെ, നിനക്ക് കേൾക്കാമോ? ഇന്ന് കടയിലേക്ക് നീയും വാ. ഈ ദിവസം നമുക്ക് നല്ല സ്പെഷ്യൽ ദിവസമാണ്. ഞാൻ തീർച്ചയായും പോകും. ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കണം. രാജുവും രേഷ്മയും അവരുടെ പുതിയ റെസിപ്പി കടയിൽ ഉണ്ടാക്കാൻ ആരംഭിച്ചു. പിന്നെ അവർ എങ്ങനെ ചിന്തിച്ചോ അതുപോലെ തന്നെ സംഭവിച്ചു. ആദ്യ ദിവസം ആരംഭത്തിൽ വളരെ നന്നായി നടന്നു. മെല്ലെ മെല്ലെ അവരുടെ നാട്ടിലും പിന്നെ അടുത്തുണ്ടായിരുന്ന എല്ലാ നാടുകളിലും ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. അവർ ആദ്യ മാസത്തിൽ തന്നെ വർഷത്തിന് ആവശ്യമായ ലാഭം വരെ സമ്പാദിച്ചു. ന്യൂ ഇയറിന്റെ സമയവും വന്നെത്തി. രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ സഞ്ജയ് നീത്തെ മാത്രം രാജു പിന്നെ രേഷ്മയെ നോക്കി സന്തോഷമേ ആയില്ല. സഞ്ജയും രാജുവിനോടൊപ്പം തന്റെ സമൂസ കട ആരംഭിച്ചിരുന്നു. രാജുവിന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് സഞ്ജയ്ക്ക് അസൂയ തോന്നി. നീ അത് കണ്ടോ? ആ രാജു എല്ലാവർക്കും മുട്ട കൊടുത്ത് വശീകരിച്ചു വച്ചിരിക്കുക. പിന്നെന്താ, നമ്മുടെ കച്ചവടം നഷ്ടത്തിലാ പോകുന്നത്. ഈ രാജുവിനെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പിന്നെ അടുത്ത ദിവസം സഞ്ജയും അവന്റെ ഭാര്യയും ചേർന്ന് രാജുവിന്റെ കട അന്ന് രാത്രി തന്നെ ഇല്ലാതാക്കണമെന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. രാത്രി ആയതും ഭാര്യ ഭർത്താവ് രണ്ടുപേരും ചേർന്ന് രാജുവിന്റെ തള്ളുവണ്ടി മോഷ്ടിച്ച് ഒരുപാട് ദൂരം കൊണ്ടുപോയി ഒരു മലയ്ക്ക് മുകളിൽ നിന്ന് തള്ളി. രാവിലെ എഴുന്നേറ്റതും രാജുവിന് ഷോക്ക് അടിച്ചതുപോലെ തോന്നി. അവിടെ അവന്റെ കട കാണുന്നേയില്ല. രാജുവും രേഷ്മയും ഇത് സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവർ രണ്ടുപേരും അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തി. അവർ വളരെ വിഷമിച്ച് വീട്ടിലേക്ക് വന്നു. രാജു ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ എന്താ? ദൈവത്തിന് കരുണയില്ലേ? ഇപ്പോഴും കുഴപ്പമില്ല ഏട്ടാ, നമുക്ക് തിരിച്ച് നമ്മുടെ കച്ചവടം തുടങ്ങാം. എല്ലാ നല്ല കാര്യങ്ങളിലും കണ്ണ് പറ്റിക്കൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് രാജു രേഷ്മയും വിഷമിച്ചിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സഞ്ജയ് നീത്തയും വളരെ സന്തോഷത്തിലായിരുന്നു. അവരുടെ സമൂസ കച്ചവടം വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. രാജു രേഷ്മയും എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു വിധത്തിൽ സഞ്ജയ് പിന്നെ നീത്തയുടെ കൈ ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. നമ്മൾ വീണ്ടും കട തുറന്നു കഴിഞ്ഞാൽ അതിനി സമയവും പണവും ആവശ്യം വരും. അതിനുള്ളിൽ തണുപ്പ് കാലവും അവസാനിക്കും. നമുക്ക് നമ്മുടെ കച്ചവടം എന്തുകൊണ്ട് വീട്ടിൽ ആരംഭിച്ചുകൂടാ? അതുകൊണ്ട് കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ അങ്ങനെ കുറച്ച് പൈസയൊക്കെ എടുത്തു വെച്ച് അടുത്ത വർഷം തന്നെ നമുക്ക് പുതിയ തള്ളുവണ്ടി വാങ്ങാമേട്ടാ.
രാജു രേഷ്മയും അവരുടെ വീട്ടിൽ തന്നെ മുട്ട വ്യാപാരം തുടങ്ങി. വലിയ വലിയ പോസ്റ്ററൊക്കെ അടിച്ച് അവർ അവരുടെ വീട്ടിൽ തന്നെ കച്ചവടം നന്നായി നടത്തി. നീ പറഞ്ഞതെന്തായാലും നന്നായി. നോക്ക്, വീണ്ടും നമ്മുടെ കട ഓപ്പൺ ആയിരിക്കുന്നു. രാജു പിന്നെ രേഷ്മയുടെ വീട്ടിലെ കച്ചവടം കണ്ട് സഞ്ജയ്ക്കും നീത്തയ്ക്കും അസൂയ കൊണ്ട് സഹിക്കാനേ കഴിഞ്ഞില്ല. അതോടൊപ്പം അവരുടെ സമൂസ കച്ചവടവും നിന്നു. മെല്ലെ മെല്ലെ അവരുടെ കസ്റ്റമേഴ്സും രാജുവിന്റെ മുട്ടകൾ കഴിക്കാനായി തുടങ്ങി. പിന്നെ രാജുവും രേഷ്മയും അവരുടെ തള്ളുവണ്ടി കച്ചവടം വീണ്ടും ആരംഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കെ അവരുടെ ഗോൾഡൻ കോയിൻ എഗ് വീണ്ടും നാട് മൊത്തവും സൂപ്പർ ഹിറ്റായി.